ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നലെ പ്രതീക്ഷിച്ചപ്പോൾ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അല്ലെങ്കിൽ നല്ല സമയത്തും നമുക്ക് വീഡിയോ എടുക്കുന്ന പരിപാടി ഇല്ലല്ലോ. ഇന്നലെ ബർത്ത്ഡേ ആയതുകൊണ്ട് കുറേ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു വീഡിയോ എടുക്കുന്ന. ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല, സമയം ഉണ്ടായിരുന്നില്ല, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ എടുക്കാഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നേ പിന്നെ കേട്ടോ ബർത്ത്ഡേ ഒക്കെ ഞാൻ ആഘോഷിക്കാൻ തന്നെ. അതിന് മുന്നേ ഞാൻ ബർത്ത്ഡേ ആഘോഷിക്കലൊന്നുമില്ല, മിഠായി പോലും മേടിക്കുന്ന പരിപാടിയില്ല. അമ്മച്ചി എപ്പോഴും പറയും അതിനൊരു നല്ലത് ഒരു യാസീനോട് ഇത് ചെയ്യുക, അത്രയൊക്കെ ഉള്ളൂ എന്ന് പറയും. അതുകൊണ്ട് ആ ഒരു ശീലമാണ് ഞങ്ങൾക്ക് ആർക്കും, ഞങ്ങൾ 4 മക്കൾക്കും ഉണ്ടാകും. ഞങ്ങൾ അങ്ങനെ ആരും അങ്ങനെ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കുന്ന പരിപാടിയൊന്നുമില്ല. പിന്നെ സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോൾ എല്ലാവരും ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ചിന്തിക്കുമല്ലോ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്നത്. അങ്ങനെ ഇവരുടെ എല്ലാവരും ഇച്ചുവിൻ്റെ 1ാം ബർത്ത്ഡേ പോലും ആഘോഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഇച്ചുവിൻ്റെ സുന്നത്ത് കല്യാണമൊക്കെ ഞങ്ങൾ നല്ലപോലെ നടത്തിയിട്ടുണ്ടായിരുന്നേ. ഇനി അടുത്ത് വരുന്ന പാത്തുമ്മാൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അതും 1ാം ബർത്ത്ഡേ ഞങ്ങൾ ഒരുപാട് നമുക്ക് ഇക്കാൻ്റെ കൂട്ടുകാരനും കെട്ടിയോളും പിന്നെ ഇവിടെ നമ്മളും നാത്തൂനും അങ്ങനെയൊക്കെ പെങ്ങളും പിള്ളേരും അത്രയേ ഉള്ളൂ കേട്ടോ. വേറെ അങ്ങനെ ആരെയും വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം ഞാൻ പറഞ്ഞ കേക്ക് മുറി പോലും വേണ്ടെന്നാണ് എൻ്റെ ആഗ്രഹം കേട്ടോ. അപ്പോൾ അതൊന്നും ആവശ്യമില്ല. പാത്തുൻ്റെ ബർത്ത്ഡേക്ക് ഇത്തവണ ചോറ് വൈ പോലും നടക്കൊന്നും എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ആ സമയത്തായിരിക്കാം ചിലപ്പോൾ നമ്മൾ അടുക്കളൊക്കെ പണിയുന്നത്. ഇതുവരെ അവർ എത്തിയിട്ടില്ല. ഈ ആഴ്ച എത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഒന്നും തീരുമാനമായിട്ടില്ല കേട്ടോ. നമ്മുടെ അടുക്കള ഇപ്പോൾ തുടയ്ക്കൽ പോലും ഇല്ലത് കാരണം സ്കൂളില്ലാത്തതുകൊണ്ട് അത്യാവശ്യം നല്ലപോലെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കഞ്ഞി ഇടാനും ഒക്കെ കയറിയിരുന്നത്. അടുക്കളക്ക് ഇച്ചിരി നേരമാണ് കിടന്നത്. അതെല്ലാം ഒതുക്കിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇച്ചുവിനും മദ്രസ പോകാൻ സമയമായിരുന്നു. അതിൻ്റെ അവന്മാരൊക്കെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം മൈദയും മുട്ടയും പിന്നെ ഇച്ചിരി റവയും കൂടെ ഇട്ടിട്ട് ചെറിയൊരു അപ്പം ഉണ്ടാക്കാമെന്ന് വെച്ച് നമ്മൾ വെള്ളപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ അപ്പം തന്നെ അടിക്കുക വെക്കുക. അതുപോലെ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. കാണിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞതേ ഉള്ളേ. നമ്മൾ ഇച്ചിരി റവ അളവൊന്നുമില്ല കേട്ടോ. മൈദൻ്റെ ഒരു ഇച്ചിരി കൂടെ കുറവെടുത്താൽ മതി റവ. പിന്നെ തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങയും കൂടി ഇച്ചിരി ചേർക്കാം കേട്ടോ. ഞാൻ തേങ്ങ ചേർത്തിട്ടില്ല. പിന്നെ 2 മുട്ട അത്ര ചേർത്തിട്ടുള്ളൂ കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഉപ്പിട്ടിട്ട് അങ്ങോട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ പാത്ത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അടുക്കളയിൽ കയറിയിട്ടുണ്ട്. പിന്നെ ഞാൻ കയറി കഴിഞ്ഞാൽ പാത്ത് കയറുമെന്ന് അറിയാമല്ലോ. അപ്പോൾ അത് ഇച്ചിരി ലൂസാക്കിയിട്ട് ഒരുപാട് കട്ടിക്കല്ല. നമ്മൾ വെള്ളപ്പത്തിൻ്റെ അത്രയും കട്ടിയൊന്നുമില്ല കേട്ടോ. അതിലേക്കാൾ ഒരു പൊടിക്ക് ലൂസായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലപോലെ കറക്കിയെടുത്തു. അത്രയും താമസമില്ലാത്ത പെട്ടെന്നായി വരുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് ഞാൻ ഒരുപാട് മുരിക്കാൻ നിന്നില്ല കേട്ടോ. വേഗം ആക്കി എടുത്തതാണ്. ഇച്ചിരി മദ്രസ പോകാൻ സമയമായിട്ടുണ്ട്. ഇനി വരുമ്പോൾ എന്തായാലും 11:30 12 മണിക്കാവും. അതുകൊണ്ട് വേഗം ആക്കിയെടുക്കാണ് കേട്ടോ. ഇതിനിപ്പോൾ കാര്യം പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഇങ്ങനത്തെ കോഴിക്കറി ഇരിപ്പുണ്ട്. കോഴിക്കറി എന്ന് പറയാൻ പറ്റില്ല, കോഴിയുടെ കഷ്ണങ്ങൾ ഇരിപ്പുണ്ട്. എന്തായാലും ഞാൻ ചാറ് കുറച്ച് ഗ്രേവി ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും ഗ്രേവി ഇഷ്ടമായതുകൊണ്ട് കഷ്ണം കുറച്ച് ഗ്രേവി എല്ലാവരും കൂട്ടിയെടുത്തു. അപ്പോൾ കഷ്ണങ്ങൾ മാത്രം ഇപ്പം ഇനി ഒന്നുകൂടെ വെള്ളം ഒഴിച്ച് ഇച്ചിരി മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് അത് കുറുക്കി ഞാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇച്ചിന് കഴിക്കാൻ കൊടുത്ത കൂട്ടത്തിൽ പാത്തിനും കൂടെ കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. അവൾ അവിടെ ഇരുന്ന് കഴിച്ചോളും. മുഴുവൻ കഴിക്കത്തൊന്നുമില്ല. എന്നാലും അവൻ കഴിക്കുന്നത് കാണുമ്പോൾ അങ്ങനെ ഇരിക്കുന്നാലും ഞാൻ കഴിക്കുമ്പോൾ അവൾക്ക് കൂടെ കഴിക്കാൻ നിർബന്ധമാണ് കേട്ടോ. എന്തായാലും ഒരെണ്ണം പിച്ചി കയറി അവൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിരക്ക് പിടിച്ചാക്കാൻ കേട്ടോ. കാരണം ഈ ചോറിപ്പോൾ വേവുന്നേ ഇല്ല കേട്ടോ. ഇപ്രാവശ്യം മേടിച്ച അരി വേവാത്ത അരിയാണ്. എന്ന് വെച്ചാൽ മറ്റേ ജയ്യാരി എന്ന് പേര് പറയും ആ അരിയാണ് കേട്ടോ. അത് താമസമാണ് ഇട്ട് കഴിഞ്ഞ്. പിന്നെ അടുപ്പും കത്തുന്നില്ല. അടുപ്പ് വലിയ മെനക്കേടായിട്ടുണ്ട്. കാരണം അത്രയും ഈർപ്പം ഇറങ്ങുന്നോട് കത്തിയെടുക്കാൻ ഭയങ്കര പാടാണ്. മണ്ണെണ്ണ ഇപ്പോൾ 1/2 കുപ്പിയോളം തീർന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം ആക്കിയെടുത്തേക്കും മക്കൾ വന്നിട്ടുണ്ടായിരുന്നു. ഇവൻ പിന്നെ ചോറിൻ്റെ ആളാണ്. ഇവൻ ചോറില്ലാതെ വേറെ അങ്ങനെയൊന്നും കഴിക്കത്തില്ല. കഴിച്ചാലും ആ ചോറിൻ്റെ സൈഡിൽ 1 2 ഒക്കെ വെച്ചിട്ട് പോകും. അല്ലാതെ ചോറില്ലാതെ അതിന് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അവനുള്ളൊരു അണ്ടപ്പം എടുത്തിട്ട് പോയിട്ടുണ്ട്. പിന്നെ ബസ്സിൽ വന്നിട്ടുണ്ട്. ഇനി അടുത്ത പിള്ളേർ ശനി ഞായറാകുമ്പോൾ പിള്ളേരെ കൊണ്ട് ചെറിയ എന്തെങ്കിലും പണി ചെയ്യിക്കും കേട്ടോ. അപ്പോൾ ബസ്സിൽ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ വെച്ച് വീഡിയോ ഒന്നും എടുത്ത് ഞങ്ങളെ കാണിക്കില്ലേ, നാണക്കേടാന്ന് പറയുന്നത്. ഞാൻ എന്തിനാ പിള്ളേർ കളിയാക്കുന്നു സ്കൂളിൽ എന്ന് പറഞ്ഞു. വീട്ടിൽ പണിയെടുക്കുന്ന സഹായിക്കുന്നത് ഇത്ര വലിയ നാണക്കേടൊന്നും ഇല്ലതാന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ പിള്ളേർക്ക് വീട്ടിലെന്തെങ്കിലും പണിയിട്ട് കൊടുക്കുന്നത് ഇച്ചിരി നാണക്കേട് പിടിച്ച പരിപാടിയാണെന്ന് തോന്നില്ല കേട്ടോ. അത് എപ്പോഴും പറയും സ്കൂളിൽ പിള്ളേർ ചിലപ്പോൾ ഇങ്ങനെ കളിയാക്കാറുണ്ട് എന്നൊക്കെ കേട്ടോ. ഞാൻ ഇതിലേ കേട്ടോ അതിലേ വിടാനൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ടെന്ന് പറയേ. അങ്ങനെ അതും ചുട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ മാവ് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ ഞാൻ മാവിട്ട് ഞാൻ അടിച്ചിട്ടുണ്ട്. പക്ഷേ രണ്ടാമതാക്കിയത് ഭയങ്കര പാളിച്ചായി പോയിട്ടാണ്. കാരണം ആദ്യം എടുത്ത മാവിൻ്റെ ആ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചുട്ടതൊക്കെ അങ്ങനെ ചട്ടിമെന്ന് പറഞ്ഞു പോരും. നോൺ സ്റ്റിക്ക് എന്നുള്ള ചട്ടിക്ക് കറക്റ്റ് പേര് വന്ന് ഇപ്പോഴാണ്. കാരണം ചട്ടിയിൽ തീരെ ഒട്ടിപ്പിടിക്കാതെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നേ. എന്തായാലും ആവുന്നൊക്കെ ഞാൻ വേഗം ചുട്ടെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ഗ്യാസും അങ്ങനെ 2 3 എണ്ണം അങ്ങനെ ഗ്യാസുമ്മ വീണുകൊണ്ടിരുന്നത്. കാരണം ചട്ടി ഒട്ടിപ്പിടിക്കാതെ ചൂട് കൂടിയിട്ടായിരിക്കും. കാരണം അതെല്ലാം തൂത്ത് കളഞ്ഞിട്ട് പിന്നെ അതേ പിള്ളേർക്ക് അടുത്ത പണി കൊടുത്തിട്ടുണ്ട്. വെള്ളം കോരി ചാട്ടത്തൊന്നും കഴിഞ്ഞിട്ട് 2 പേരും ഒരേ കലം വെള്ളം കൊണ്ടുതരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മടിയൊന്നും കാണിക്കത്തില്ല കേട്ടോ. കൊണ്ടുതരാൻ പറഞ്ഞാൽ വേഗം ചെയ്തോളൂ. പിന്നെ വിടുന്നതിന് കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട് കേട്ടോ. കളിക്കാൻ വിടാനുള്ള സോപ്പും കൂടിയാണ്. എന്നാലും കുഴപ്പമില്ല, ചെയ്യാൻ മടിയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. എന്ത് 2 കലം പിള്ളേർ പകുതിക്ക് കൊണ്ടുതരും, ബാക്കി ഞാൻ പോയി കൊണ്ടുവരുന്നുണ്ട്. കാരണം വലിയ കല അതിൻ്റെ എടുക്കണ്ടെന്ന് പറഞ്ഞാൽ അത് തന്നെ എടുക്കത്തില്ല, എളുപ്പം കോരാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ 2 പേരും ഒരേ കലയെല്ലാം കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ മഴ പെയ്ത് ചെറിയ രീതിയിൽ തെന്നലൊക്കെ ആയതുകൊണ്ട് പിള്ളേർക്ക് ഞാൻ പോകുന്നേക്കാൾ നല്ലത് അവർ പോകുന്നതെന്ന് അറിയാം. അതുകൊണ്ട് പറയും ഞങ്ങൾ പൊക്കോളാം, ഉച്ചയോടെ ഇരുന്നാൽ മതി എന്ന് പറയും. അതുകൊണ്ട് പിന്നെ എനിക്ക് സമാധാനം കേട്ടോ.
അപ്പോൾ അതെല്ലാം കഴിഞ്ഞത് ഞാൻ കഴിക്കാൻ എടുത്ത് വെച്ചപ്പോഴാണ് പിള്ളേർക്ക് വെള്ളത്തിന് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വേഗം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് പുറത്ത് നിന്നാണ്. പിന്നെ നമ്മൾ മെയിൻ റോഡൊക്കെ നമ്മൾ തൊട്ട് താഴെയാണ്, അതുകൊണ്ട് അവിടുത്തെ ഒച്ചയും കാര്യമൊക്കെ നല്ലപോലെ വരുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിട്ടോ. ഒരുപാട് ക്വാളിറ്റി ഇല്ല, ഒരു 600 അത്രയേ ഉള്ളൂ. എന്നാലും നമുക്ക് തൽക്കാലത്തിന് നമ്മൾ ഒച്ചയൊക്കെ അത്യാവശ്യം ക്ലിയറിലൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇപ്പം കൂടുതൽ എഡിറ്റ് ചെയ്തുകൊണ്ടും വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഈ സ്റ്റാൻഡ് മേടിക്കുമ്പോൾ മൈക്ക് മേടിച്ചപ്പോഴൊക്കെയാണെങ്കിൽ ഓരോരുത്തർക്കൊക്കെ ഇച്ചിരി ചൊറിച്ചിൽ കൂടുതലാണ് കേട്ടോ. വേറെ ഒന്നുമില്ല, ഇതിങ്ങനെ മേടിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണം കാര്യമൊന്നുമില്ല, എന്തിനു ഞാൻ മെനക്കെടുന്നത്, വേറെ പണിയൊന്നുമില്ലേ, അതാണ് സഹിക്കാൻ പറ്റാത്ത. പണിയൊന്നുമില്ലേന്ന് ചോദിക്കുന്നത്. ഞാൻ ഈ ഒരു പണിക്ക് വേണ്ടി തന്നെയാണ് അത് ചെയ്യുന്നത്. കാരണം എന്തായാലും ഫോണിൽ നെറ്റ് ഉണ്ട്, ഒരുപാട് പേര് ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചെയ്യുമ്പോൾ മാത്രം എന്താണോ ഇത്ര ബുദ്ധിമുട്ട് എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷേ ഞാൻ നേരത്തെ മക്കളെടുത്ത് പറഞ്ഞ പോലെ ഇതിലേക്ക് അതിലേ വിടും, ഞാൻ അതൊന്നും കാര്യമാക്കാറില്ലേ. ഇതിനൊക്കെയുള്ള മറുപടി ഞാൻ എന്തായാലും കൂടുതലായിട്ടൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. അതിനുള്ള സമയമാവും, കാരണം നമുക്ക് ഇതിന് ഏണിങ്സ് കിട്ടിക്കഴിയുമ്പോഴാണ് ഇതിനൊക്കെ മറുപടി ഞാൻ കൊടുക്കാൻ പോകുന്നത്. അതുവരെ ഇതിലേക്കിട്ട് അതിലേ വിടാം, അത്രയേ ഉള്ളൂ. അങ്ങനെ ചായയുടെയും പരിപാടിയൊക്കെ കഴിഞ്ഞ് അടുക്കള ചെറുതായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് തുണി വിരിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. തുണി ഞാൻ വിരിച്ചിട്ടുണ്ടായിരുന്നു, അത് ഉണങ്ങിയത് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. തുണി ഇന്നപ്പോൾ രാവിലെ ഒന്നും കഴുകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ കറണ്ട് പോക്കും വരുവാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇല്ലാത്തൊരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കറണ്ട് ഒരു സെക്കൻഡ് പോലും നിൽക്കാറില്ല എനിക്ക് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് പോക്കും വരും കേട്ടോ. നമുക്ക് ഫോൺ കുത്തിയിടാൻ പറ്റുന്നില്ല, ഫോൺ ചാർജില്ല, അങ്ങനെ കുറേ പ്രശ്നമുണ്ടായി. ഇന്നലെയൊക്കെ തീരെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ലേ. അങ്ങനെ തുണിയെല്ലാം പെറുക്കി കഴിഞ്ഞപ്പോഴും ചെറിയ രീതിയിൽ മഴ ഇങ്ങനെ ചാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം ഞാൻ അവിടുന്ന് മടക്കിക്കൊണ്ടാണ് കയറ്റിയത്. പിന്നെ എല്ലാം അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നാളത്തേനും മടക്കിലുണ്ടാവും. അതെല്ലാം മടക്കിയിട്ട് അങ്ങനെ ഞാൻ കയറ്റിയിട്ടുണ്ടായിരുന്നേ. ഇതിൻ്റെ ഗ്യാപ്പിൽ പാത്തുമ്മ ചെറുതായിട്ടൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ തുണിയൊക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും കറണ്ടും ഇല്ലാത്തതുകൊണ്ട് അവളെ എണീറ്റിട്ടുണ്ടായിരുന്നു. ഇനി അവളെയും കൈ വെച്ചിട്ടാണ് അടുത്ത പണിയിട്ട്. അപ്പോൾ വേഗം പരിപ്പ് കുത്തി തളിക്കാൻ വേണ്ടിയാണ് ഇരുന്നാണ്. തക്കാളിക്ക് ഇട്ടില്ല, പരിപ്പ് മാത്രം കുത്തി തളിച്ച് വെക്കാമെന്ന് വെച്ചിട്ടാ. അങ്ങനെ വേഗം അതാക്കണം. അപ്പോൾ ലൈറ്റിൻ്റെ ഒക്കെ ചെറിയ വിഷയമുണ്ട്, കാരണം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഫോണിൽ ഫ്ലാഷ് അടിച്ചിട്ടും വലുതായിട്ട് വെട്ടമൊന്നും വരുന്നില്ല കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഫോൺ തന്നെ ഓഫായി പോകുന്നുണ്ടായിരുന്നു, ചാർജ് ഇല്ലാത്തതുകൊണ്ട്. പിന്നെ കുറേയൊക്കെ നമുക്ക് ഇതിന് മിസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗ്യാസ് രാവിലെ ചായയും കടി ഉണ്ടാക്കിയതിൻ്റെ ചെറിയ അഴുക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തുടച്ചിട്ടാണ് വെക്കില്ല. പിന്നെയും തീ തട്ടുമ്പോൾ അത് നല്ലപോലെ ഉണങ്ങും, മൈദയും കൂടെ ആയതുകൊണ്ട്. അങ്ങനെ അത് വേഗം തുടച്ചെടുത്ത് അത് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി പാത്രം കഴുകി വെച്ചെല്ലാം വേഗം എടുത്ത് മാറ്റണം. ഇല്ലെങ്കിൽ ഇങ്ങനെ കഴുകി ഇവിടെ തന്നെ എല്ലാം വെക്കും, പിന്നെ എടുത്ത് മാറ്റലുണ്ടാവില്ല കേട്ടോ. അപ്പോൾ വേഗം അത് മാറ്റിയിട്ടുണ്ട്. ഇത് പുറത്തിറങ്ങി വോയിസ് ഓവർ കൊടുക്കാൻ ഒരാളും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അതാണ് ഇത്രയും നേരം ഇല്ലാത്ത ഒച്ചപ്പോൾ വരുന്നത്. ഒരു ദിവസം പാത്രം കഴുകുന്നതിന് പ്രത്യേകിച്ച് അളവും കഴിയുന്നുണ്ടല്ലോ, അതുപോലെ പാത്രം കഴുകാണ്ടാവട്ടെ. ഇതിന് മാത്രം പാത്രം എവിടെ നിന്നാണോ എനിക്കറിയത്തില്ല. അപ്പോൾ അതെല്ലാം 2-3 ട്രിപ്പൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എണ്ണ വെക്കുന്നത് അങ്ങനെ ഒലിച്ചിട്ട് അടക്കം മെഴുക്കായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതും കഴുകി മാറ്റി വെച്ചു. അപ്പോഴേക്കും വന്നിട്ടുണ്ടായിരുന്നു കച്ചവടം കഴിഞ്ഞ്. അപ്പോൾ പിള്ളേർ കളിക്കാൻ പോയി അവന്മാരും കൂടെ കൂട്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. കുറേ ദിവസമായിട്ട് ചൂലിനെ പറയാൻ തുടങ്ങിയിട്ട് ഒത്തിരി ആയിട്ട് എൻ്റെ ചൂല് തീരെ ചെറുതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാം, സ്വർണ്ണം കിട്ടിയ സന്തോഷമാണ് എനിക്ക് ചൂല് കിട്ടിയപ്പോൾ. കാരണം ചൂല് തീരെ ചെറുതായതുകൊണ്ട് തൂത്തതും പോകുന്നില്ല, നടുവേനായിരുന്നു, അത്രയ്ക്ക് പാടായിരുന്നു ചൂലില്ലാത്തതുകൊണ്ട്. കൂടുതലും അടുക്കളയിൽ നിന്ന് പെരുമാറുന്നവർക്ക് അടുക്കള സാധനങ്ങൾ കിട്ടുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമാണ്. എനിക്ക് അടുക്കളയിലോട്ട് എന്തെങ്കിലും മേടിച്ചാൽ പോലും എനിക്ക് ഭയങ്കര, ഞാൻ അത് സൂക്ഷിച്ച് നല്ലപോലൊക്കെ നോക്കിയെടുക്കണ്ട. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അടുക്കളയിലോട്ട്. പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നത് ഈ അടുക്കളയിലോട്ട് സാധനം മേടിച്ചിട്ട് ഇതിന് മാത്രം എന്നാ സന്തോഷം കിട്ടാനാണ്. നമ്മൾ അടുക്കളയിൽ ഫുൾ ടൈം നിൽക്കുമ്പോഴാണല്ലോ അപ്പോൾ അതിൻ്റെ ഒക്കെ അറിയാൻ പോകുന്നത്. എനിക്കപ്പോൾ പൊരിക്കാനായിട്ട് കരിമീൻ കൊടുത്തിട്ടുണ്ടായിരുന്നേ. കാരണം ചാറ് ഞാൻ വെച്ചിട്ടുള്ളതുകൊണ്ട് ആറിന് വേണ്ട, പൊരിക്കാൻ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കരിമീൻ നമ്മൾ സാധാ മീൻ വെക്കുന്ന പോലെ ഞാൻ വെക്കാറുള്ളൂ കേട്ടോ. കാരണം അല്ലാതെ പൊള്ളിച്ച് വെക്കലൊന്നും പറ്റത്തില്ല. എനിക്ക് കൂടുതലും ഇഷ്ടം കരിമീനേക്കാൾ സിലോപ്പിയാണ്. സിലോപ്പിയാണ് ഏറ്റവും കൂടുതൽ മേടിക്കാറ്. പ്രത്യേകിച്ച് ടേസ്റ്റ് ഇല്ല എന്നേരം കരിമീൻ. പിന്നെ പൊള്ളിച്ച് വെക്കുന്നതിനും ടേസ്റ്റ് നമ്മൾ സാധാ പൊരിക്കുന്ന പോലെ വെച്ചാൽ കിട്ടത്തില്ലല്ലോ. എന്തായാലും പെട്ടെന്ന് പണിയില്ലാൻ തീർത്തി. കാക്കും വെച്ചിട്ട് ഞാൻ വേഗം പൊരിക്കാനൊക്കെ ആക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിനിടയ്ക്ക് കറണ്ട് പോയി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത്രയും ലേറ്റ് വരുന്നത്. ഇടയ്ക്ക് ഞാൻ കുറേ ഫിൽറ്ററൊക്കെ ഇട്ടിട്ടാണ്, ചെറിയ ഫ്ലാഷൊക്കെ ഇട്ടിട്ടാണ് ചെറുതായിട്ടൊന്ന് ലേറ്റൊക്കെ ആക്കിയെടുത്തത് കേട്ടോ. എന്നാൽ നമ്മൾ ഈ അടുക്കളയിലൊന്നും കാണത്തില്ല, വാതിലൊക്കെ അടച്ചു കൂട്ടുന്നുണ്ട്. അതിനിടയ്ക്ക് മഴക്കാറും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട, അതുപോലെ മോഡലായിരിക്കും ഉണ്ടാവും. അങ്ങനെ എല്ലാം പെട്ടെന്നാക്കിയിട്ടുണ്ട്. കൈ നോക്കിയപ്പോൾ കൈ മൊത്തം മൈലാഞ്ചിട്ട പോലെ ആയിട്ടുണ്ട്. നല്ല എരിമുളക് പൊടി അല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എരിവാണെങ്കിൽ ഞാനിവിടെ ഓടേണ്ടി വന്നേനെ, കൈ മൊത്തം പുകഞ്ഞിട്ട്. അപ്പോൾ എല്ലാം ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് കൈ നോക്കിയപ്പോൾ നമ്മൾ ഇലമൈലാഞ്ചി അരച്ചിട്ട പോലെ ആയിട്ടുണ്ടായിരുന്നേ. ഇന്നലെ ഇപ്പോൾ പൊരിക്കാൻ വേറൊരു മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പേര് എന്നാന്ന് അറിയത്തില്ല. അതിപ്പോൾ അധികം ഉള്ളതുകൊണ്ട് അതും കൂടെ പൊരിച്ചിട്ട് ഈ കാക്ക് മാത്രം ഒരു കരിമീൻ പൊരിച്ചു കൊടുക്കാൻ വേണ്ടി ബാക്കി ഞങ്ങൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരത്തിന് വെക്കാൻ നിർത്തി കേട്ടോ. പിന്നെ ഞാൻ പൊരിച്ച മീൻ പണ്ട് ഞാൻ കുറേ കൂട്ടും. ഇനിയിപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ ഡയറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ ചായയോടെ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഒരേ മുട്ട കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ 31-ാം വയസ്സിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. 30 വയസ്സ് അംഗീകരിക്കാൻ പറ്റാത്ത ഞാനിപ്പോൾ 31-ാമത്തെ വയസ്സിലോട്ട് കയറിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എത്ര വർഷമല്ലേ, വർഷങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നത്. വർഷങ്ങളെ വഴിക്ക് പോട്ടെ, നമുക്ക് നമ്മുടെ വഴി പോവാല്ലേ. അപ്പോൾ നമ്മൾ പരിപ്പ് കറിയൊക്കെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഞാൻ താളിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ എല്ലാവരും തേങ്ങ അരച്ചാട്ടോ വെക്കുക. ഇതുപോലെ താളിച്ചൊന്നും വെക്കുന്നത് കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ വന്നപ്പോഴാണ് ഈ എളുപ്പപ്പണിയൊക്കെ ഇവിടെ ചെയ്യാൻ തുടങ്ങിയത്. നമ്മൾ പിന്നെ കൂടുതലും ഇലക്കറികളും അങ്ങനത്തെ ഒക്കെ സംഭവമാണ് ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളത്. ഇറച്ചി മീനോടൊന്നും അന്നൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, പിന്നെ അങ്ങനെ മേടിക്കാറില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഇക്കാക്കുള്ളും കഴിക്കാൻ കൊടുത്ത് ബാക്കിയുള്ള കൊണ്ട് മീനും പൊരിച്ച് വെച്ചിട്ട് ഞാൻ എൻ്റെ അടുക്കള പണിയൊക്കെ തീർത്ത് പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നോക്കിയപ്പോൾ നല്ല മഴയ്ക്ക് മൂടലുണ്ട് കേട്ടോ. പെയ്തോന്ന് ചോദിച്ചാൽ
അത്യാവശ്യം നല്ലപോലെ പെയ്തിട്ടുണ്ടായിരുന്നു. കാരണം പെട്ടെന്നാണ് വെയിൽ മാറിയിട്ട് അടുത്ത മഴ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയ കൂട്ടുകാർ ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ലൊരു പിന്നെ കാണാം. ബൈ ടാറ്റാ.